श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम ലോകാഭിരാമ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 9ാമത്തെ എപ്പിസോഡാണ്. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യം ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അയോധ്യയിലെ അശ്വമേധയാഗ ഭൂമിയിലേക്ക് പോവുകയാണ്. അശ്വമേധയാഗം നടക്കുമ്പോൾ ആ യാഗാശ്വത്തിന് സംരക്ഷകനായിട്ട് നിശ്ചയിച്ച ലക്ഷ്മണനാണ്. യാഗാശ്വം അങ്ങനെ ജനപദങ്ങളും നഗരങ്ങളും നാടുകളൊക്കെ കടന്ന് ഓരോ രാജ്യാതിർത്തിയിലും പ്രവേശിച്ചാൽ ഈ യാഗാശ്വത്തെ തടയുന്ന രാജ്യം രാമന് ശത്രുവാകും. ആ യാഗാശ്വത്തെ വരവേൽക്കുന്ന രാജ്യം രാമൻ്റെ മിത്രവുമാകും. ആരും രാമന് ശത്രുവായിട്ടുണ്ടാവില്ല. അങ്ങനെ ദിഗംബരമായിട്ട് അശ്വമേധ ആ യാഗാശ്വം ലക്ഷ്മണൻ്റെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ചില നമുക്കറിയാം, പാതാള രാമായണം വരെ ഉണ്ടായിട്ടുണ്ട്. എത്ര തരം 400ഓളം തരം രാമായണങ്ങളുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാകാം. ഓരോരാളും അവരുടെ കാവ്യഭാവനക്കനുസരിച്ച് തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. ഏതോ രാമായണത്തിൽ ലവകുശന്മാരുടെ അടുത്ത് യാഗാശ്വം വന്നപ്പോൾ അവർ പിടിച്ച് ബന്ധനസ്ഥനാക്കിയെന്നും എല്ലാവരെയും പിടിച്ചു കെട്ടി സീതയുടെ മുമ്പിൽ കൊണ്ടുവന്നു, സീതാദേവി വിട്ടയക്കാൻ പറഞ്ഞു, മഹായുദ്ധം ഉണ്ടായി എന്നൊക്കെ വരച്ച് കാണിച്ചിട്ടുണ്ടെന്ന് വാൽമീകി അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അശ്വമേധയാഗവേദിയിലേക്ക് സുഗ്രീവനാണ് ആദ്യം കത്തുപോയത്, ക്ഷണപത്രിക. കിഷ്കിന്ധ്യയുടെ മഹാരാജാവും പരിവാരങ്ങളും സകല വാനരന്മാരും ഈ യാഗഭൂമിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അതേപോലെ ലങ്കാധിപതനായ വിഭീഷണനെയും പ്രമുഖ രാക്ഷസ വീരന്മാരെയും ക്ഷണിച്ചു. ഗോമതീ നദീതീരത്താണ് ശ്രീരാമൻ്റെ പ്രസിദ്ധമായ അശ്വമേധയാഗം നടക്കുന്നത്. ഏത് യാഗവും നടക്കുമ്പോഴും അവിടെ യജമാനന് പത്നി ഉണ്ടാവണം, എന്നാലേ ആ യാഗം പൂർണ്ണമാവും. പത്നിയില്ലാത്തത് കൊണ്ട് രാമനോട് വിവാഹം കഴിക്കാൻ പലരും പറഞ്ഞു. പക്ഷേ ഏകപത്നി വ്രതക്കാരനായ ശ്രീരാമൻ സീതയുടെ പൂർണ്ണകായ പ്രതിമ സ്വർണം കൊണ്ട് നിർമ്മിച്ച് യാഗവേദിയിലിരുത്തി. സ്വർണ്ണ സീതക്കടുത്ത് ശ്രീരാമചന്ദ്രനിരുന്നു. അവിടെ ആണ് നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞത് പ്രകാരം ലവകുശന്മാർ രാമകഥ പാടി വരുന്നത്. ലവകുശന്മാരുടെ രാമായണ പാരായണത്തിന് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് വാൽമീകി പറഞ്ഞത് പ്രകാരം മാത്രമേ കുട്ടികൾ ചൊല്ലൂ. നിത്യം 20 സർഗങ്ങൾ ചൊല്ലണമെന്നാണ്. ഈ കുട്ടികൾ അശ്വമേധയാഗത്തേക്കാൾ എല്ലാവരുടെയും ശ്രദ്ധ ലവകുശന്മാരുടെ രാമായണ ഗായകരുടെ രാമകഥാശ്രവണത്തിനായി. അതിന് കാത്തു നിൽക്കുകയാണ് ആബാലവൃദ്ധം ആ സഭാഗൃഹം. ആ മനോഹര ഗാനം പടർന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമൻ അപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു സന്ദർഭത്തിൽ ഇത് മക്കളാണെന്ന്. ഈ കുട്ടികൾക്ക് 18,000 വരാഹം സ്വർണ്ണനാണയം കൊടുക്കാൻ കൽപ്പനയുണ്ടായി. 18,000 വരാഹം സ്വർണ്ണനാണയം അവിടെ മുന്നിൽ കിഴിയായി വെച്ചപ്പോൾ ആ കുട്ടികൾ ആ സഭാഗൃഹത്തിൽ പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, നമ്മൾ കാട്ടുവാസികളാണ്, ഈ പണം കാട്ടിൽ ആർക്കും ചിലവാകില്ല. നമുക്കവിടെ വേണ്ടത് കായ്കനികളാണ്, കിഴങ്ങും പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കൂ, ഒന്നും വാങ്ങാൻ പറ്റില്ല. ഗുരുനാഥൻ ഇത് വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവയെക്കൊണ്ട് എന്ത് പ്രയോജനം രാജാവേ? കാട്ടിലെ കായ്കനികൾ കഴിച്ച് വളരുന്ന നമുക്ക് ഇത് വേണ്ട എന്ന് അത്രയും ധനത്തെ ആ കുട്ടികൾ ഉപേക്ഷിച്ചപ്പോൾ സഭ ആകെ അമ്പരന്നു പോയിന്ന. ആ സഭയിൽ 31ാമത്തെ ദിവസമാണ് ബഹുലമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 31ാമത്തെ ദിവസം രാമന് മക്കളാണെന്ന് മനസ്സിലായി. സീതാദേവിയെ കൊണ്ടുവരാൻ ഭടന്മാരെ നിർദ്ദേശിച്ചു. വാൽമീകി ഋഷി സഭയിലേക്ക് വന്നു.
ഒരു സംഘർഷ വികാരഭരിതമായ രംഗം. സീതാദേവി വരുന്നു, ഋഷി വാൽമീകി വരുന്നു, രാമഗീതികൾ പാടുന്ന ബാലകരായ ഗായകരവിടെ എത്തുന്നു. എല്ലാവരും സദസ്സ് വളരെ ശാന്തമാണ്, കാതോർത്തു നിൽക്കുകയാണ്. 12 കൊല്ലത്തിന് ശേഷം രാമനരികിൽ സീതാദേവി വരുന്നു. ആ സഭയിൽ വെച്ച് വാൽമീകി ഋഷി പ്രഖ്യാപിച്ചു, ഞാൻ ഇത്രയും അനേകായിരം വർഷം തപം ചെയ്ത പുണ്യം സത്യമാണെങ്കിൽ സീത പതിതയല്ല, സീത പതിവ്രതയാണ്. സീതാദേവിക്ക് ഇന്നോളം ഒരു മുടിനാരിഴ പോലും കർമ്മവിഭാഗം വന്നിട്ടില്ല, ചാരിത്രഭംഗം വന്നിട്ടില്ല. സീത പരിശുദ്ധയാണെന്ന് അനേക കാലത്തെ എൻ്റെ തപ പുണ്യം കൊണ്ട് ഞാൻ ഈ സഭയിൽ സത്യം ചെയ്യുന്നു. അത് തെറ്റാണെങ്കിൽ എൻ്റെ പുണ്യങ്ങളെല്ലാം നശിച്ചു പോകട്ടെ എന്ന് സഭയിൽ വാൽമീകി പ്രഖ്യാപിച്ചപ്പോൾ രാമൻ എഴുന്നേറ്റ് പറഞ്ഞു, സീത ശുദ്ധയാണ്, പതിവ്രതയാണ്, എല്ലാം എനിക്കറിയാം മഹാമുനെ. അത് ഇവിടെ ഈ ലോകത്തെ കൂടി ബോധ്യപ്പെടുത്തിയാൽ സീത എന്നോടൊപ്പം ചേരും. അതായത് സീത വീണ്ടും സത്യം തെളിയിക്കണം. ലങ്കയിൽ വെച്ച് അഗ്നിപ്രവേശം ചെയ്ത് രാമൻ എടുത്തതുപോലെ ഈ അശ്വമേധ ഭൂമിയിലും സീത അഗ്നിയിൽ ചാടി ഞാൻ സത്യം ഉള്ളവളാണ് അല്ലെങ്കിൽ പുണ്യമുള്ളവളാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് രാമൻ പറഞ്ഞതിൻ്റെ പൊരുൾ. സീതാദേവി അവിടെ പ്രഖ്യാപിച്ചു, ഞാൻ മനസാ വാചാ കർമ്മണ രാമനെ അല്ലാതെ മറ്റാരെയും ജീവിതത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും രാമ അല്ലാതെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അത് സത്യമാണെങ്കിൽ അല്ലയോ എൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിച്ചത് അവിടെ ഭൂമിയാണ്. ഭൂമി പെറ്റ മകളാണ് സീത. പണ്ട് ഏതോ വിത്ത് നടുന്ന ചടങ്ങിൽ ജനകൻ കലപ്പ കൊണ്ട് വയലിൽ നിലമുഴുതപ്പോൾ ആ കലപ്പ തട്ടി കിട്ടിയ പെട്ടിയിൽ നിന്നുണ്ടായ കുട്ടിയാണ് സീത. ഭൂമിയുടെ മകളാണ്. ആ അമ്മയെ വിളിച്ചു. ഉടനെ യജ്ഞഭൂമിയിൽ അശ്വമേധയാഗഭൂമിയിൽ ഭൂമി പിളർന്നൊരു സിംഹാസനം പുറത്തേക്ക് വന്നു. ആ സിംഹാസനത്തോടൊപ്പം ഭൂമിദേവിയും ഉണ്ടായിരുന്നു, സീതയുടെ അമ്മ. 2 കൈകളും നീട്ടി സീതാദേവി ആ സിംഹാസനത്തിലിരുത്തി ഒരു നിമിഷാർദ്ധം കൊണ്ട്, ഒരു ഞൊടിയിട കൊണ്ട് ആ സിംഹാസനം ഭൂമിക്കടിയിലേക്ക് താണുപോയി. രാമൻ ഓടി വന്ന് സീതയെ കൈ നീട്ടുമ്പോഴേക്കും പഴയ പോലെ ഭൂമി മറഞ്ഞുപോയി. കോദണ്ഡപാണിയായ രാമൻ അവിടെ പ്രഖ്യാപിച്ചു, ഘോര രാക്ഷസരുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് ഈ സീതാദേവിയെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഏത് ഭൂമിക്കടിയിലായാലും കടലിനടിയിലായാലും ഞാൻ എൻ്റെ സീതയെ കൊണ്ടുവരും. ഞാനിതാ ബ്രഹ്മാസ്ത്രം തൊടുക്കുകയാണ്. അവിടെ ബ്രഹ്മാവാദികൾ പ്രത്യക്ഷപ്പെട്ട് രാമ, ഇത് രാമൻ്റെ ജന്മത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഭൂമിയെ നശിപ്പിക്കാനല്ല, ഭൂമിയെ സംരക്ഷിക്കാനാണ്. 32ാമത്തെ ദിവസം രാമകഥ കൂടി കേൾക്കണം, രാമായണം കൂടി കേൾക്കണം, അത്യന്തം വികാരഭരിതമായത് കേൾക്കണം. അങ്ങനെ രാമനെ ശാന്തനാക്കി. ആ 31ാമത്തെ ദിവസം കഴിഞ്ഞ് 32ാമത്തെ ദിവസം വീണ്ടും ഈ ബാലകരുടെ രാമായണ പാരായണം ആരംഭിച്ചു. ആ 32ാമത്തെ ദിവസത്തോടു കൂടിയാണ് വാൽമീകി ഋഷിയുടെ 24,000 ശ്ലോകങ്ങൾ ആ സഭയിൽ ആദ്യമായി അവസാനിക്കുന്നത്. നമുക്ക് ആ ഭാഗം എന്താണെന്ന് നാളെ പരിശോധിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.